കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം. ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. പാലായുടെ തെരുവിലൂടെ അലയുന്ന മനസ്സിന്റെ സമനില തെറ്റിയവർക്ക് ഇന്ന് ഒരു സ്ഥാപനമുണ്ട്. മരിയ സദനം. ഒരു കുടുംബത്തിന്റെ തണലോടെ, കരുതലോടെ ഇവർക്ക് കാവലായി സന്തോഷ് ജോസഫ് എന്ന ഇദ്ദേഹവും കൂടെയുണ്ട്. പാലാ നിവാസികൾക്ക് ഇയാൾ മരിയ സദനം സന്തോഷാണ്. മാനസിക രോഗികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി ക്രിയാത്മകമായ പദ്ധതികളാണ് ഇദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ചത്. ഇവർക്കായി ആരംഭിച്ച മരിയ സദനം കലാസമിതി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നു. മരിയ സദനം എന്ന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് തന്നെ നയിച്ച വഴികളും ജീവിതത്തിലെ മറക്കാത്ത നിരവധി ഓർമ്മകളും ഇവിടെ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. അത് വളരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് വളരെ സത്യമാണ്. കാരണം എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഞാനൊരു പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ മിനിയുമായിട്ട് എൻ്റെ വൈഫും ആയിട്ടൊരു ചെറിയ സ്നേഹബന്ധത്തിലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ജീവിതം, നല്ല വണ്ടി വേണം, കാശ് വേണം, നല്ല വീട് വേണം, നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല ഒരു അന്തസ്സുള്ള രീതിയിൽ ജീവിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു നീണ്ട കാലത്ത്. ഞാൻ പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് എറണാകുളത്ത് കുറേ കാലം, എറണാകുളം, തിരുവനന്തപുരം, ഓൾ കേരള ലെവലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ ഞാനവിടെ ചെന്നിട്ടൊരു 2 വർഷം ജോലി ചെയ്തു. അതിനിടയ്ക്ക് ഇടകൊണ്ട് ആ കമ്പനി തന്നെ പൂട്ടിപ്പോവായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ അച്ചാച്ചൻ എനിക്ക് 2-3 കടകളിട്ട് തന്നു. റബ്ബർ ഡീലർ ലൈസൻസ് 18ാമത്തെ വയസ്സിലെടുത്തതാണ്. അപ്പോൾ ഒരു നല്ലൊരു ക്രംബ് റബ്ബർ ഫാക്ടറി അല്ല, ഇതിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ലെവൽ അതുവരെ മനസ്സിൽ ചിന്തിച്ച് കഠിനാധ്വാനം ചെയ്തിട്ട് എല്ലാം പൊളിഞ്ഞ് നാശമായി കഴിഞ്ഞാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഡിവൈനിൽ അമ്മച്ചി കൊണ്ടുവന്നത്. ശരിക്കും പോട്ടയിലാണ് ആദ്യം വരുന്നത്. പോട്ട ആശ്രമത്തിൽ മുറ്റത്ത് എല്ലാ ദിവസവും ശുശ്രൂഷകളുണ്ടല്ലോ, അതുകൂടി ആ ബെഞ്ചാൽ അവിടെ കിടക്കും. അങ്ങനെ ഒരാഴ്ച അവിടെ താമസിക്കും. അത് കഴിഞ്ഞ് നായിക്കമ്പറമ്പിലച്ഛൻ വന്നിട്ട് പറഞ്ഞു അമ്മയും മകനും കൂടെ ഡിവൈൻ ഹോസ്പിറ്റലിൽ പോയി ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡിവൈനിൽ വന്നങ്ങനെ. അപ്പോൾ ഇതെല്ലാം എങ്ങോട്ടോ ഒന്ന് കൊണ്ടുപോകുന്നൊരു രീതിയാണ്. പിന്നെ അതിനുശേഷം വന്ന് പിന്നും കച്ചവടങ്ങളൊക്കെ തുടങ്ങി. പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ചേർന്നു, അവരുടെ കൂടെയൊക്കെ കൂടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ആക്സിഡൻറ്റ് പോലെ ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയാണ്. വഴിയിൽ ഒരാൾ വീണ് കിടക്കുന്നു, ആരും എടുക്കേണ്ടി വരുന്നു. 10 പൈസ കയ്യിലില്ലാതെ മെഡിക്കൽ കോളേജിൽ ഒരു രാത്രി മുഴുവൻ ചിലവഴിക്കുക. നമ്മൾ പട്ടിണി ഇരുന്നിട്ട് അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ഒരു അമ്മച്ചി ഒരിക്കൽ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനകത്തൊരു സാധനം കിടപ്പുണ്ട്, അതിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാമെങ്കിൽ ഞാൻ വരാം. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു 80 കിലോയിലും വെയിറ്റുള്ളൊരു അപ്പച്ചൻ മലമൂത്രം എല്ലാം വാരി തലയിലൊക്കെ തേച്ച് വാരി തിന്ന് കിടക്കുന്നൊരു ദുഷിച്ചൊരവസ്ഥ. പെട്ടെന്ന് മനസ്സിൽ തോന്നി എന്നാൽ ഇയാളെ പൈങ്ങള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുക. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഈ അമ്മച്ചി വണ്ടിയെ കയറ്റി തന്നൊരു കാറ് വിളിച്ച് അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഇയാളെ കയ്യെ പിടിച്ചിരിക്കുക. കാരണം ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെ തലയിലോ വല്ലതും തേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി നിർത്തും, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ അങ്ങനെ വണ്ടി പോയി ഞങ്ങൾ പൈങ്ങളത്ത് ചെന്നപ്പം വലിയൊരു പ്രശ്നമാണ്. കാരണം അവരവിടെ എടുക്കുകയില്ല, തിരിച്ചു കൊണ്ടുവന്നാൽ അമ്മച്ചി എടുക്കുകയില്ല, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ യാതൊരു മാർഗ്ഗമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് മൈലക്കൊമ്പിൽ ദീപരക്ഷ
ആലയം എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്, ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് പോയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു, വണ്ടി അവിടെ ചെന്നു. ഏതായാലും ആ സഹോദരങ്ങൾ പെട്ടെന്ന് വന്ന് ആളെ എടുത്ത് അകത്തുകൊണ്ട് കുളിപ്പിച്ച് ആളങ്ങ് പോയി. പക്ഷെ എൻ്റെ കൈ നിറച്ച് ഈ മാലിന്യങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്ത് അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ ടോമി മാത്യു, പുള്ളി അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു സന്യാസിയുടെ ഒരു ഷേപ്പാണ്. പുള്ളി ഒരു ബേസിൻ്റെ അകത്ത് കട്ട്ലറ്റ് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ കൂടെ എനിക്ക് പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അപ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു. പുള്ളി വലിയ കുരിശൊക്കെ കെട്ടി. പുള്ളിയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും, ഒരു ഭക്തി തോന്നുന്നൊരു രീതിയിലാണ്. ഞാനിത് 3 തവണ കളയാൻ ശ്രമിച്ചെങ്കിലും 3ാമത്തെ പ്രാവശ്യം ടോമി എൻ്റെ കൈക്ക് പിടിച്ച് ബലമായിട്ട് എന്നെ കൊണ്ട് കഴിച്ചു. ഇത് കഴിച്ചാൽ എന്നാൽ സംഭവിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഇതൊന്ന് കഴിക്കാനുള്ളൊരു മനസ്സ് തരണേ എന്നും പറഞ്ഞിട്ട് 2 പ്രാവശ്യം കടിച്ചിട്ട് മൊത്തം വിഴുങ്ങിക്കളയും. അപ്പോൾ അതോടുകൂടി അത് ആ ഒരു സംഭവങ്ങളും എല്ലാം കൊണ്ട് അവസാനം കൊണ്ട് എത്തിച്ചത് യാചക പുനരധിവാസം. പാലായിലുള്ള യാചകരെ മുഴുവൻ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കുളിപ്പിച്ച് അവിടെ കുറ്റിക്കിലച്ചൻ്റെ ഗ്രൂപ്പിനോട് ചേർന്ന് ശുശ്രൂഷ നടത്തി. അന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരാരും ഈ ഭിക്ഷാടകരെന്ന് പറയുന്ന ഒരു യാചകരായി നടക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥനാ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അവർ വരില്ല. അപ്പോൾ തലേദിവസം ചെന്ന് രാത്രി ചുമ്മാ ഒരു നോട്ടീസ് കൊടുത്ത് എല്ലാവരും വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒറ്റ മനുഷ്യർ വരാൻ തയ്യാറില്ല. അവർ പറഞ്ഞു നാളെ ശനിയാഴ്ചയാണ് പാലായിൽ ഭിക്ഷാടനം, കടകളിലൊക്കെ ഭിക്ഷ കിട്ടുന്നത്, അപ്പോൾ അതുകൊണ്ട് വരികയാണെന്ന്. ഞാൻ 2ാമത് വീണ്ടും ചെന്നിട്ട് ഈ ദൈവരാജ്യം ബലവാന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് ബലം പിടിച്ചാലേ കാര്യം നടക്കും. ഒന്ന് ശ്രമിച്ചു വിട്ടിട്ട് പോകാൻ പറ്റില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അതിലൊരു അപ്പാപ്പൻ പറഞ്ഞു, കുഞ്ഞാ 250 രൂപയാണ് നമുക്ക് കിട്ടാൻ പോണത്, അപ്പോൾ അത് കളഞ്ഞിട്ട് ഒരുത്തിനും വരികയല്ല. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞു 250 രൂപ ഞാനങ്ങ് തന്നാലോ, അങ്ങനെയാണ് നിങ്ങൾ 4 പേര് വാ. അപ്പോൾ 4 പേരെ മാത്രം ഈശോയുടെ സ്ഥാനത്ത് ക്ഷണിച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഒരു വണ്ടിയൊക്കെ ആയിട്ട് ഇവരെ കൊണ്ടുവരാൻ ചെല്ലുമ്പം ഏകദേശം ഒരു 75-80 ഇടയ്ക്ക് ആളുകളുണ്ട്. അവരെല്ലാം വരാൻ തയ്യാറാണ്, കാരണം അവർക്ക് പൈസ കിട്ടുന്നതാണ് പ്രശ്നം, പ്രാർത്ഥനയ്ക്ക് വരാനല്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൊണ്ടുവന്നു. പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നടന്നു. തീരാറായപ്പോൾ അടിയിൽ നിന്നൊരു കാളലായി. 250 രൂപ വെച്ച് 80 പേർക്ക് കൊടുക്കാൻ എൻ്റെ പൈസയില്ല. കൊടുത്തില്ലെങ്കിൽ ഈ നടത്തിയ പരിപാടി മുഴുവൻ അവർ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പ്രശ്നമാവും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കുറ്റിക്കിലച്ചൻ്റെ ഗ്രൂപ്പിലുള്ള സണ്ണിച്ചൻ. പുള്ളി ചോദിച്ചു ഈ ശുശ്രൂഷ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വളരെ നല്ല 80 ഭിക്ഷാടകരാണ് വന്നിരിക്കുന്നത്, അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു, ഇവരെ കുളിപ്പിച്ചു. ചിലർ കുളിക്കാത്തവരുണ്ട്, ചിലർക്ക് ഡ്രസ്സ് മാറിച്ചു, ഭയങ്കര രസമാണ്. അപ്പോൾ അദ്ദേഹം അന്നേരം പറയാണ്, മോനെ ഇങ്ങനെയല്ല പരിപാടി, ഇവരിൽ വസിക്കുന്ന ഈശോയെ തിരിച്ചറിയാൻ നിനക്ക് സാധിച്ചോ? നിന്നിൽ വസിക്കുന്ന ഈശോയെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു? അപ്പോൾ ഞാൻ പറയാം അത് ബുദ്ധിമുട്ടാണ്, കാരണം അവരെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അല്ല, അത് ചെയ്യാൻ പറ്റും. ചെയ്യണമെങ്കിൽ ഈ ആളുകളുടെ മുമ്പിൽ മുട്ടുകുത്തി അവർ ഈശോയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ പാദങ്ങൾ ചുംബിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദര അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, എനിക്ക് അങ്ങനെ സ്വർഗത്തിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ ചെയ്യാനുള്ളൊരു മടി കാരണം വന്ന ആളുകളെ കുഷ്ഠരോഗിയുണ്ട്, മാനസിക രോഗികളുണ്ട്, എല്ലാം തെരുവിൽ അലയുന്ന മനുഷ്യരാണ്. അപ്പോൾ ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് സാധിക്കുന്നൊരു കാര്യമല്ലത്. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ഈ സണ്ണിച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കും പ്രാർത്ഥിച്ച് അവസാനം എനിക്ക് ചെയ്യണമെന്ന് തന്നെ ഉള്ളിൽ നിന്നൊരു പ്രേരണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് കണ്ണടച്ചിട്ട് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരും കാണുകയല്ലോ. അപ്പോൾ എല്ലാവരും കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ ഒരാളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി അയാളുടെ പാദത്തിലേക്ക് പതുക്കെ തല കൊണ്ടെന്ന് വെച്ച് നോക്കി. ഇപ്പോൾ ആ കാലുകളിൽ വിരലുകൾ കുറവാണ്, കുഷ്ഠരോഗിയാണ് ആൾ. ഒന്നും അടിച്ചെങ്കിലും ഇദ്ദേഹം എൻ്റെ കൂടെ തന്നെ, ഈ സണ്ണിച്ചനും എൻ്റെ കൂടെ തന്നെ മുട്ടുകുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ പാദങ്ങൾ ചുംബിക്കണം, ഈശോയുടെ കാലുകളാണ്. പെട്ടെന്നൊരു സെക്കൻഡിൽ ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ യേശു ക്രിസ്തുവിലൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മനസ്സിലിങ്ങനെ മറ്റൊരു ചിന്ത വന്ന്, ഫ്രാൻസിസ് അസീസി കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഈശോയായിട്ട് മാറിയ ആ രംഗം. ഏതായാലും ധൈര്യമായിട്ട് ആ മനുഷ്യൻ്റെ കാലുകൾ എന്നെ നെഞ്ചോട് ചേർത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് യേശുവെ എന്ന് വിളിച്ചൊരു ഒറ്റ പ്രാർത്ഥനയാണ്. ഈ സമയത്ത് ഇയാൾ
ഈ തമിഴനായ മനുഷ്യൻ എന്നെ എടുത്ത് പൊക്കി, അയാളുടെ വിരലില്ലാത്ത കൈ കൊണ്ട് എൻ്റെ കക്ഷത്തിൽ കൈയിട്ടിട്ട് പൊക്കി എടുത്തിട്ട് ആണ്ടവർ യേശുവെ സോത്രിപ്പ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ മറിഞ്ഞ് താഴെ വീണ് അവിടെ കിടന്ന് ഉരുണ്ടു. ഇയാൾ എന്നെ വിടുന്ന പ്രശ്നമില്ല, ഞാൻ അയാളെ വിടുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്വർഗം ഭൂമിയിലിറങ്ങിയ ഒരു ഭയങ്കരമായൊരു സിറ്റുവേഷൻ. അതാണ് വാസ്തവത്തിൽ മരിയസാൻ തുടങ്ങിയത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് മടങ്ങാൻ നിൽക്കുന്നവരോട് പൈസ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല, ഇവിടെ താമസിച്ചേക്കാമെന്ന് ചിലരായി. അപ്പോൾ 2 ലോറി ഇടുന്ന വലിയൊരു ഷെഡുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കിടന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മുടെ സ്ഥലമല്ല, പിന്നെ തന്നെയല്ല അവിടെ ബാത്റൂംസ് ഒന്നുമില്ല, അങ്ങനെ നിൽക്കാൻ വെക്കുകയല്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. പിന്നീട് എല്ലാ മാസവും ഇതുപോലെ ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് അവസാനത്തെ ശുശ്രൂഷയിൽ ആളുകളെ വിളിക്കാൻ ചെന്നപ്പോൾ തോമസ് എന്ന് പറഞ്ഞ മനുഷ്യൻ പറഞ്ഞു, എല്ലാ പ്രാവശ്യവും എന്നെ കൊണ്ടുപോകും, വണ്ടിയെ കയറ്റി കൊണ്ടുപോകും, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീണ്ടും ടൗണിലേക്ക് തെരുവിലേക്ക് വിടും, എനിക്ക് അവിടെ കിടക്കാൻ സ്ഥലം തരുമെങ്കിൽ ഞാൻ വരാം. അപ്പം അങ്ങനെ എന്നാൽ പോരാൻ പറഞ്ഞു. അപ്പം എൻ്റെ 3ാമത്തെ കുട്ടിയെ വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. ആ മിനിയോട് ചോദിച്ചു, മിനി ഇങ്ങനെ ഈശോ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ വരികയാണ്, താമസിക്കട്ടെ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് തോമസ് ചേട്ടനെ ഞങ്ങൾ വീട്ടിൽ താമസിപ്പിച്ചത്. അത് 2-3 മാസക്കാലം ആരും അറിഞ്ഞില്ല. എന്നാൽ അറിഞ്ഞ ചിലരുണ്ട്, അവരൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇതോടെ പറ്റിയല്ല, മക്കളും ഭാര്യയായിട്ട് താമസിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിൽ കിടത്തിയാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് ആളെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഇതാണ് ഈശോ, ഈ മനുഷ്യനിൽ കർത്താവ് വസിക്കുന്നുണ്ട്. അപ്പം അത് കേട്ട ആളുകൾ അന്നേരം പറഞ്ഞു ഞാൻ അബ്നോർമലാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിയല്ല, ഒരാളെ കാണുമ്പോൾ. പക്ഷെ ഇന്നത് തിരിച്ച് മനസ്സിലാക്കി അവരൊക്കെ. ഒപ്പം തന്നെ എനിക്കും അതിൻ്റെ ഗൗരവം മനസ്സിലായി. ഒരാളെ, നമ്മളുടെ അടുത്ത ബന്ധുവല്ലാത്ത ഒരാളെ വീട്ടിൽ താമസിപ്പിക്കണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവില്ലാതെ സാധിക്കില്ല. ഇപ്പോൾ കസിൻസ് ആണെങ്കിൽ പോലും, ശരി അകന്ന കസിനാണെങ്കിൽ പോലും ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അനുവാദം വേണമെന്നുള്ളതാണ് നിയമം. എന്തെങ്കിലും ആളിന് പറ്റി ആൾ മരണപ്പെടുകയോ ഒരു കേസോ വന്നു കഴിഞ്ഞാൽ ഇത് ആരോട് ചോദിച്ചിട്ട് ചെയ്തു എന്ന ചോദ്യം വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുത്തു. പിന്നെ വന്ന വഴി കിട്ടിയ ആളുകൾ എന്ന് പറഞ്ഞ പോലെ 2700ഓളം ആൾക്കാർ 20 വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതിലൊത്തിരി ആളുകൾ അസുഖം ഭേദമായി നല്ല ജീവിതം നയിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നൊരു 400ഓളം ആളുകൾ മരിച്ച് സ്വർഗത്തിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇവിടെ 375ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ അമ്മ 12 പ്രസവിച്ചാണ്. 2 കുട്ടികളുണ്ടായ സമയത്ത് തന്നെയൊക്കെ മരിച്ചുപോയി. അങ്ങനെ 10 പേരിപ്പോൾ നിലവിലുണ്ട്. അതിൽ 7 പെണ്ണും 3 ആൺമക്കളുമാണ്. അപ്പോൾ 7ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് മുകളിൽ 6 പെൺകുട്ടികളാണ്. അച്ചാച്ചന് ഒരു ആൺകുട്ടി ഉണ്ടാകാനുള്ള വലിയൊരു ആഗ്രഹം. അച്ചാച്ചന് യൂസഫ് പിതാവിൻ്റെ പള്ളിയിലൊരു നേർച്ച നടന്നു. അങ്ങനെ യൂസഫ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിലാണ് ഞാനുണ്ടായത്. അതിനൊരു പെരുന്നാൾ അച്ചാച്ചൻ യൂസഫ് പിതാവിൻ്റെ കരൂര് പള്ളിയിൽ പെരുന്നാൾ കഴിക്കുകയും ചെയ്തു. ആ തിരുനാളിൽ അന്നാണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണവും നടത്തിയത്. പ്രത്യേകിച്ച് എൻ്റെ ആദ്യ കുർബാന ഒരു സാധാരണ കുട്ടികളുടെ പോലല്ല, എൻ്റെ തന്നെയായിട്ട് വെച്ചു. തന്നെയല്ല, പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ കൂടെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം പള്ളിക്ക് ചുറ്റിയതും അതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അച്ചാച്ചനും അമ്മച്ചിയും ജീവിച്ചിരിപ്പില്ല, സഹോദരങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ വൈകിയുണ്ടായ, അല്ലാതെ വീട്ടിലൊരു വളരെ പ്രതീക്ഷയോടെ ഉണ്ടായ ഒരു ആൺകുട്ടി ആയതുകൊണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നത് തന്നെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4ാം ക്ലാസ് വരെ പെങ്ങന്മാർ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. മൂത്ത പെങ്ങളും അപ്പോൾ എല്ലാവരും തന്നെ അത്ര വളരെ കാര്യത്തോടെ കൊണ്ടുപോയി. പിന്നെ പ്രത്യേകമായൊരു പരിഗണന എല്ലാ കാര്യത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ശേഷം 2 അനുജന്മാരൂടെ ഉണ്ട്. അപ്പം എല്ലാവരും എന്നെ ഒരു ശ്രദ്ധിക്കുന്ന പോലെ എന്തോ ഒരു അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നെ വളർത്തിയത്. കുട്ടിക്കാലം
സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ 10 മക്കളെയും വിടുന്നതിലും എന്നെ മാത്രമായിട്ടൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചത് 10ാം ക്ലാസ് വരെ. ഞാൻ 12 വർഷം സ്കൂളിൽ പഠിച്ചു, 10ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ 12 വർഷം കൊണ്ട് 10ാം ക്ലാസ്സിലെത്തിയെങ്കിലും എനിക്ക് 10ാം ക്ലാസ്സിൽ അവിടെ ആ സ്കൂളിൽ എഴുതാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പെട്ടെന്നൊരു സാഹചര്യത്തിൽ എന്നെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിക്കാതെ മാറ്റിയതും അതൊരച്ഛനാണ് അങ്ങനെ എഴുതിക്കാതെ വിട്ടത്. എനിക്കപ്പോൾ ഒത്തിരി പ്രയാസം തോന്നി, മനസ്സുകൊണ്ട് ഒരുപാട് വിഷമങ്ങളും. പിന്നെ ഇത്രയും നല്ല സ്കൂള്, ഒരുപാട് നമ്മളതിൽ ഉയർന്ന സാമ്പത്തിക നിലയും സംസ്കാരമുള്ള ആളുകളുടെ മക്കളുടെ കൂടെ പഠിക്കാനും ഒക്കെ സാധിച്ചു. പക്ഷേ ഇറങ്ങിപ്പോന്നപ്പോൾ മനസ്സിന് ഒത്തിരി വിഷമം തോന്നി. പിന്നീടത് ഞാൻ ഓർക്കുന്നു, ഞാൻ ആ സ്കൂളിൽ പരീക്ഷ എഴുതാതിരുന്നത് വളരെ നന്നായി. എഴുതിയിരുന്നെങ്കിൽ സ്കൂളിൻ്റെ 100% ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ആ ചരിത്രം തന്നെ ഞാൻ മാറ്റിമറിച്ചാണ്. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ഒരിക്കലും ഇവിടെ വന്നു, മരിയസ്ഥാനത്ത് വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആ സമയം ഞാൻ പെട്ടെന്ന് നമ്മുടെ ബാല്യത്തിലേക്കൊക്കെ ഒന്ന് പോകുമല്ലോ. 5ാം ക്ലാസ് മുതലുള്ള സെൻറ്റ് വിൻസെൻ്റ് സ്കൂളും അതിൻ്റെ പശ്ചാത്തലങ്ങളുമൊക്കെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അച്ഛന് കുർബാനയുടെ മധ്യേ നല്ലൊരു പ്രസംഗം നടത്തി. അതിൽ അച്ഛൻ പറഞ്ഞു, ഇവനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മനസ്സിന് ഒത്തിരി സന്തോഷം തന്ന മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു എൻ്റെ ഒരു ജൂനിയറായിട്ട് പഠിച്ചൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ എവിടെയാണ്, ഇപ്പോൾ ഉടനെ സ്കൂളിലേക്ക് നാളെ വരണം, നാളെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷെ പോയ കൂടെ ഞാൻ എൻ്റെ അച്ചാച്ചനെ കൂടെ കൊണ്ടുപോയി. കാരണം സ്കൂളിൽ നിന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതും അതിനുവേണ്ടി 1ാം ക്ലാസ് മുതൽ ഈ ബുദ്ധിമുട്ടി ഇത്രയും മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ഫീസ് കൊടുത്ത് പഠിപ്പിച്ച അപ്പന് ഒരു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ നമ്മളെപ്പറ്റി സംസാരിക്കും. അപ്പോൾ പൊന്നാടയൊക്കെ അണിയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മൈക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ ഈ ആദരവ് എൻ്റെ പിതാവിന് ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. അത് മറക്കാനാവാത്ത ഒരു കാര്യമാണ്. അച്ചാച്ചന് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയ ഒരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ അത് അച്ചാച്ചൻ അത് മുഴുവൻ കേൾക്കുകയും ശരിക്കും സങ്കടപ്പെടുകയും ഞങ്ങൾ രണ്ടുപേരും കരയുകയും ചെയ്തു. അതുപോലെ നല്ലൊരു ഫീലിംഗ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടമായതല്ല. പ്രത്യേകിച്ച് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 58 പറയുന്നുണ്ട്, വിശക്കുന്നതിന് ആഹാരം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്താൽ, അതിൻ്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പുരാതന നാശനഷ്ടങ്ങളെ പുനരുദ്ധരിക്കപ്പെടും. നിനക്ക് നഷ്ടമായതെല്ലാം റീഗെയിൻ ചെയ്യും. കഴിഞ്ഞ ഒരു 20 വർഷത്തെ എൻ്റെ അനുഭവം കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പോകുമ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നടത്തി തരുമെന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല എന്നുള്ളൊരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതം. എനിക്ക് 5 മക്കളാണ് ഉള്ളത്, 5 പെൺകുട്ടികളാണ്. 3ാമത്തെ ആൾ ഉണ്ടായ ദിവസമാണ് വാസ്തവത്തിൽ ഞാൻ ഒരാളെ ആദ്യമായിട്ട് വീട്ടിൽ സ്വീകരിച്ചത്. അവളുടെ പ്രായമുണ്ട് മരിയാസ്ഥാനത്തിന്. മൂത്ത ആൾ ഈ പറഞ്ഞ പോലെ അവൾ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ചേർന്ന സമയത്ത് പെട്ടെന്ന് ഒരു സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു, ഇവളെ നമുക്ക് സ്പെഷ്യൽ ബി.എഡ് പഠിപ്പിക്കണം. അതായാലും 1 ഇയർ കോഴ്സ് അത് പോയി പഠിച്ചു. അവൾക്കത് പഠിക്കാനോ ആ ഒരു സെൻറ്റ് ജോൺ ഓഫ് ഗോഡിലായിരുന്നു, പോയി ചെയ്യാനോ യാതൊരു പ്രയാസം വന്നില്ല. കാരണം ഇവരുടെ കൂടെ ജീവിച്ചതുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് ഇടപഴകാനും. പിന്നെ അത് കഴിഞ്ഞ് MSWന് ചേർന്നു. ഈ ജാനുവരിയിലായിരുന്നു അവളുടെ വിവാഹം. പെട്ടെന്നൊരു കല്യാണം വന്നതങ്ങ് നടത്തി. 2ാമത്തെ ആൾ BSc സൈക്കോളജി കംപ്ലീറ്റ് ചെയ്യുന്നു ഈ വർഷം. അവളും ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജി പഠിക്കണമെന്നങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുട്ടികളോട് അങ്ങനെ അവർക്ക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്യട്ടെ എന്നാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ. 3ാമത്തെ ആൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഹിസ്റ്ററി പഠിക്കുന്നു. പിന്നെ ഇളയ 2 പേര് 7ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലുമായിട്ട്. എപ്പോഴും നമ്മളിങ്ങനെ പറയും, പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കണം, എൻജിനീയറാക്കണം. മനുഷ്യരെക്കുറിച്ചൊരു പദ്ധതി ഇപ്പം ഞാനും ജീവിതത്തെ നോക്കി കണ്ടതല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവസാനം പിന്നെ നമ്മൾ അതിനോടങ്ങ് ചേർന്നു. അതുപോലെ കുട്ടികൾ അതുപോലെ ചെയ്യട്ടെ. എല്ലാവരും ചോദിക്കും, ആരെങ്കിലും പ്രായമായി കഴിയുമ്പോഴത്തേനും കൂടെ നിൽക്കുമോ, 5 പേരിനൊക്കെ ഉള്ള ആരെങ്കിലും. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ആരെങ്കിലും ഒരാൾ നിൽക്കും. ആരാണെന്നൊന്നും ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ആരോടും പറഞ്ഞിട്ടില്ല.
അവർക്ക് ആർക്കെങ്കിലും താല്പര്യം ദൈവം മനസ്സിൽ തോന്നിക്കുന്നെങ്കിൽ അവർ നിൽക്കട്ടെ, ഇത് അല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. മക്കളെക്കുറിച്ച് സാധാരണ ആളുകൾക്കുള്ള ഒരു കാഴ്ചപ്പാട്, ഇപ്പോൾ പഠിപ്പിക്കുക തന്നെയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര സമയത്ത് പഠിച്ചോണം, അല്ലെ അങ്ങനത്തെ ഒരു നിഷ്കർഷ ഒരു ചട്ടമൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക, മെയിനായിട്ട് പിന്നെ പഠിക്കുക. പരീക്ഷ ആകുമ്പോഴത്തേനും ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾ കേട്ടതും ക്ലാസ് റൂമിൽ നിന്ന് കേട്ടതും അല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം പരീക്ഷാ സമയത്ത് ഓർപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുക. ധൈര്യമായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അവർ പഠിച്ചു വരുന്നുണ്ട്. സാധാരണ ആളുകളുടെ ജീവിതം പോലെ അല്ല എൻ്റേത്. കാരണം തുടക്കം മുതലേ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവ് നടത്തും, ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക, സ്വർഗരാജ്യം ലക്ഷ്യം, ഇതൊക്കെയാണല്ലോ എൻ്റെ അടിസ്ഥാനം. പക്ഷേ ഇതൊരു കാരണവശാലും മുൻപോട്ട് പോവുകയല്ലാത്തൊരു സാഹചര്യം വന്നു. ഏതാണ്ട് 2010 ആയപ്പോഴേക്കും മരിയ സദനം അടച്ചു പൂട്ടേണ്ട രീതിയിൽ കാര്യങ്ങൾ വന്നു.